ചിന്നത്തമ്പി എന്ന് പറഞ്ഞാൽ ഞാൻ തമിഴിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളൊരു സീരിയലാണ്. അത് എന്നെ നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് നോട്ടീസ് ചെയ്യാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് അടുത്തൊരു സീരിയൽ ചെയ്യാനാണെങ്കിൽ തന്നെയും ഓഡിയൻസിൻ്റെ ഇടയിലുള്ള ഒരു ഇതും എല്ലാത്തിനും ഇത് വരുമല്ലോ. പക്ഷെ ചിന്നത്തമ്പി എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു. പിന്നെ അതിന് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഇയർ തന്നെ എനിക്ക് അവിടെ വിജയ് ടിവിയുടെ അവാർഡ് കിട്ടി. ബെസ്റ്റ് മദർ എന്നുള്ള അവാർഡ്. അത് 2 വർഷം ചിന്നത്തമ്പി 2, 2.5 വർഷം ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് അടുത്ത വർഷവും ആ കാറ്റഗറിയിൽ എനിക്ക് അവാർഡ് കിട്ടി. ഞാൻ ഫസ്റ്റ് എൻ്റെ മോൻ അത്യാവശ്യം ഡാൻസ് ചെയ്യും. ഉം, ഉം. കൊറിയോഗ്രാഫറാണ്. അപ്പൊ അന്ന് അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് +2 കഴിഞ്ഞ സമയത്തോ എന്തോ ആണ്. അപ്പം അവനും ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് എന്നുവെച്ചാൽ അത്രയും അവർ എൻകറേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആർട്ടിസ്റ്റിനെ മാത്രമല്ല, അവിടെ എന്തൊരു ചെറിയ ടാലന്റ് ഉണ്ടെങ്കിലും അത് നമ്മളെ ഷോക്കേസ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫ്രീഡം തരാണ് അവിടെ. സ്റ്റേജിൽ കയറിയിട്ടാണെങ്കിലും ഞാൻ ഡാൻസ് ചെയ്തു, മോൻ ഡാൻസ്, ഞങ്ങൾ ഒന്നിച്ച് ഡാൻസ് ചെയ്തു. അവിടുത്തെ എൻ്റെ റിയൽ സണ്ണും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു ഒരു ആഘോഷമാണ് വിജയ് ടി വി അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ ചെന്ന് എല്ലാവരെയും കാണുക, ആ സമയത്താണല്ലോ എല്ലാവരും ഒന്നിച്ച് കൂടുക. അങ്ങനെ വലിയൊരു ആക്സെപ്റ്റൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു വർക്കാണ് കുറച്ചുകൂടി വെൽക്കമിങ് ചിന്നത്തമ്പിയിൽ. ആണല്ലേ തമിഴ്? യെസ്, ഓഫ് കോഴ്സ്. ഭയങ്കര വെൽക്കമിങ് ആണ്. ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോയ സമയത്ത് ഞാൻ പറയാതിരിക്കാൻ വയ്യ, നമ്മളുടെ ഡയറക്ടർ അരുൾ രാജൻ സാറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം കാരണമാണ് ഞാൻ ചിന്നത്തമ്പി എന്ന് പറഞ്ഞൊരു സീരിയലിൽ, എൻ്റെ പ്രൊഡ്യൂസറിന് അറിഞ്ഞൂടാ, വിജയ് ടി വിക്ക് എന്നെ അറിഞ്ഞൂടാ, അദ്ദേഹമാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും. അത് അത് അദ്ദേഹത്തോടുള്ള കടപ്പാട് എന്നും ഉണ്ടാവും. അരുൾ രാജൻ സാർ ഇപ്പോഴും വല്ലപ്പോഴൊക്കെ സാറിനെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ചിന്നത്തമ്പിയിലേക്ക് വരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഷൂട്ടിങ്ങിന് പോയ സമയത്ത് അവിടെ കുറച്ച് ഉള്ളിലോട്ട് തിരുത്തനി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പ്രൊഡ്യൂസറിൻ്റെ കുറച്ചൊരു പ്ലോട്ടൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ നിൽക്കുന്നിടത്ത് എൻ്റെ അടുത്ത് മാറി നിൽക്കാൻ പറഞ്ഞാൽ എൻ്റെ കാലിനടിയിൽ നിന്ന് മണ്ണെടുത്തിട്ട് എന്നെ ഉഴിഞ്ഞ്, അങ്ങനെ അത്രയ്ക്കും ഇതുള്ള ആൾക്കാരായിരുന്നു ആ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ. ടൗണിൽ കുറേ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, ഞാൻ പറഞ്ഞ ഗ്രാമത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ഉള്ള അവിടുത്തെ അൺകണ്ടീഷണൽ ആൾക്കാരുടെ ലവ് ആണ്. അയ്യോ എന്തൊരു സ്നേഹാന്നറിയോ! അമ്മാമ്മ എന്നും പറഞ്ഞിട്ട് അമ്മാന്നേ വിളിക്കുള്ളൂ. കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അമ്മ എന്നുള്ള, എനിക്കന്ന് ഭയങ്കര അധികം പ്രായമൊന്നും ഇല്ലല്ലോ. ഞാൻ അത്രയും വലിയൊരു കുട്ടി പയ്യൻ്റെ അമ്മയായിട്ട് അഭിനയിക്കാനുള്ള പ്രായം എനിക്കില്ല. പക്ഷെ എന്നാലും ആ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയായിട്ടാണ് അവര് നമ്മളെ കാണുന്നത്. ഭയങ്കര സ്നേഹമായിരുന്നു.